എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിതേ രാമേശ്വരം പോണ വഴിക്കാട്ടോ. രാമേശ്വരത്ത് നിന്ന് ഇപ്പോൾ രാമേശ്വരം പാമ്പമ്പാലോട്ടെ കാണുന്നത്. പാമ്പമ്പാലത്തിലെ കുറച്ച് കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പാമ്പമ്പാലം കയറി ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കാണിക്കുകയാണത് നമ്മൾ പാമ്പമ്പാലത്തിൻ്റെ നമ്മൾ റെയിൽവേ പാലമാണല്ലോ പാമ്പമ്പാലം. അപ്പോൾ പാമ്പമ്പാലത്തിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് കാണണ്ടേ. ആ റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ പ്ലാറ്റ്ഫോമും അവിടുത്തെ പരിസരമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് നേരെ പാമ്പമ്പാലം ഇറങ്ങി നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടക്കുക. അപ്പോൾ അവിടെ നമുക്ക് കറിക്കുള്ള സാധനവും മേടിക്കണം. നമുക്കപ്പോൾ ആ മാർക്കറ്റും ഒക്കെ ഒന്ന് കാണണം. പിന്നെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ കാണണം. റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ തന്നെ തമിഴ്നാട്ടിൽ ഓട്ടോകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത്ര വലിയ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. സാധാരണ ഒരാൾക്കാരാട്ടോ അവിടെ ഉള്ളത്. അതേ പാമ്പമ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ പാമ്പൻ്റെ നമുക്ക് ബോർഡ് നമുക്ക് അവിടെ കാണാം. ഇവിടെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാട്ടോ കാണുന്നത്. ഇതേ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ. നീണ്ടു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമുക്ക് തമിഴ്നാടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതൊന്നുമല്ല. നല്ല രീതിയിലുള്ള നല്ല നീറ്റാട്ടോ. ഇതേ ഒരു പൈപ്പുണ്ട്, വെള്ളമൊക്കെ എടുക്കാനുള്ള പൈപ്പുണ്ട്. അപ്പുറത്ത് നമുക്ക് പൊളിഞ്ഞു കിടക്കണ ആ പാലം കാണാം കേട്ടോ. പഴയ പാലത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അവിടത്തോണ്ട് അത് നിന്നേക്കുവാണ് ആ പാലം. അപ്പോൾ അതെ ഇപ്പോഴത്തെ പുതിയ പാലമാണ് ഈ കാണുന്നത്. പഴയ പാലത്തിൻ്റെ കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പാലം എങ്ങനെയാണ് പൊളിഞ്ഞതെന്നും പുതിയ പാലം എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. പിന്നെ ഇവിടെ കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണൽ മരമായിട്ട് വലിയൊരു ആല് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പേരാലെന്നൊക്കെ പറയണ ആലില്ലേ, ആൽമരം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തണലുണ്ട്, അതിൻ്റെ ഒരു തണലുണ്ട്. ബാക്കി നോക്കുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നല്ല വെയിലുമാണ്. ഇപ്പോൾ നമ്മുടെ പാമ്പമ്പാലത്തിൻ്റെ അതിലേക്കുള്ള പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റേഷൻ പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് ഓട്ടോയും ആൾക്കാരൊക്കെ ഉണ്ട്. സാധാരണ ചെറിയ കുഞ്ഞു കടകളൊക്കെ ആട്ടോ അവിടെ. ഇനി അവിടെയുള്ളൊരു മാർക്കറ്റാണ്. ഒരു ചേട്ടൻ ഏറ്റവും നിലത്ത് വെറുതെ മീൻ വിട്ടോട്ട് കിടക്കണ ആണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. കുറേ അമ്മച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, പ്രായമുള്ള അമ്മച്ചിമാർ. അപ്പോൾ അവർ മീൻ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് കയറി കേട്ടോ. അപ്പോൾ എന്നോട് നമ്മളോട് പറഞ്ഞോ മീൻ മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് മീനാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് കിട്ടിയ മീനാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതേന്നാണ് പറയണത് അവർ. വേണം ഇവിടുന്ന് കിട്ടിയ നമ്മുടെ പാമ്പൻ അവിടുന്ന് കിട്ടിയ പിടിച്ച മീനാണെന്ന് അവർ പറയണത്, കടലിൽ നിന്ന് കിട്ടിയ. ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രാഞ്ഞിലാട്ടോ. അതിനവിടെ വേറൊരു പേരാണ് പറഞ്ഞത്. പ്രാഞ്ഞിലുണ്ട്, നമ്മുടെ ചെറിയ കൂന്തലായി കിടക്കണേ, തവളക്കൂന്തലായി കിടക്കണേ. പിന്നെ അവർ കണവാന്ന് പറഞ്ഞത്. കണവ നമ്മളിവിടെ പറയണ വലിയ ഇതിനെയല്ല കണവാന്ന് പറയണേ. പിന്നെ കാരി പോലത്തെ ഒരു മീൻ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാലാങ്കണ്ണി പോലത്തെ ഒരു മീനും കിടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇറച്ചിക്കടയൊക്കെ വെറുതെ കിടക്കും കേട്ടോ. ആട്ടിറച്ചിയുടെ ആയിരിക്കണം, ഇന്നൊന്നുമില്ല. ഇവിടെ നല്ല നാടൻ മുരിങ്ങാക്കോൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നീളവും വണ്ണവും നോക്കി, നാടൻ മുരിങ്ങാക്കോൽ. പാവക്കയൊക്കെ കരിയും പച്ച കളർ. തമിഴ്നാടായതുകൊണ്ട് തന്നെ മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാകണ പച്ചക്കറികളായിരിക്കണം. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഒരെണ്ണം നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ തക്കാളി എടുത്തിട്ട്, നാടൻ തക്കാളി എന്ന് പറഞ്ഞത്, തക്കാളി എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര കേട്ടോ. വീണ്ടും നമ്മൾ നടക്കുക. അപ്പോൾ ഓരോ കടകൾ നോക്കുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ മുടിവെട്ട് കട കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചുമ്മാ ക്യാമറ ഓടിച്ചു. പഴയ ചീപ്പും കണ്ണാടിയും ഒട്ടും തന്നെ ആഡംബരമില്ലാത്ത
ഒരു പുരോഗമനം ഇല്ലാത്ത പോലത്തെ ഒരു ചെറിയ കുഞ്ഞ് ബാർബർ ഷോപ്പ്. അതിലൊരു ചേട്ടൻ അവിടെ മുടി വെട്ടാൻ ഇരിക്കുന്നുമുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള ബ്യൂട്ടി പാർലർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പഴയ തനി നാടൻ ലുക്കിലുള്ള ഒരു മുടിവെട്ട് കട. പിന്നെ നമ്മൾ അവിടെ നേരെ വീണ്ടും നടക്കുക കേട്ടോ. അപ്പോൾ നടക്കാൻ നേരത്തെ മൊബൈൽ ഷോപ്പുകൾ കാണാം, പച്ചക്കറി കടകൾ കാണാം, പലചരക്ക് കട കാണാം. ഇതൊന്നും കൂസലില്ലാണ്ട് ആർക്കും ഒരു ശല്യമില്ലാണ്ട് പോണ പശുക്കുട്ടീനെയും കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചേട്ടൻ ഇവിടെ നിന്ന് തൈര് മേടിക്കാൻ കയറിയേക്കോട്ടെ. നമുക്ക് കറി വെക്കാനുള്ള തൈര് മേടിക്കാനായിട്ട് ഈ കുഞ്ഞു കടയിൽ കയറിയേക്കോട്ടോ, പലചരക്ക് കടയിൽ. അപ്പോൾ തൈരും മേടിച്ചു, ഒരു ചെറിയ നാരങ്ങാച്ചാറും മേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ കയറാൻ പോകാട്ടോ. അപ്പോൾ നമുക്ക് കറിക്കുള്ള തക്കാളി മേടിക്കണം, സലാഡൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് തക്കാളി മേടിക്കണം. അപ്പോൾ ഈ പച്ചക്കറി കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ തക്കാളിക്ക് എന്താ വിലയെന്ന് ചോദിച്ചപ്പോൾ 1 കിലോ തക്കാളി 40 രൂപ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വില വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നണില്ല. നമ്മുടെ ഇവിടുത്തെ വിലയൊക്കെ തന്നെ ഏകദേശം. ഇനി നമ്മൾ അവിടുത്തെ ആൾക്കാരല്ലെന്ന് തോന്നിയുകൊണ്ട് ഇനി വിലയുടെ ഇതാണോന്നും അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ പോണ വഴിക്ക് 4 കിലോ 100 എന്നുള്ളൊരു ബോർഡും കണ്ടു. ഇപ്പോൾ ഇവിടെ 4 കിലോ 50 രൂപ. ഇവിടെ 1 കിലോ നമ്മൾ 40 രൂപ പറഞ്ഞാൽ നമ്മളത് 1/2 കിലോ തക്കാളിയും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേണ്ട കുഞ്ഞു കുഞ്ഞു കടകളവിടെ, ഒട്ടും തന്നെ ആഡംബരമില്ലാത്ത ജീവിതം. ഇന്ന് ഒട്ടും തിരക്കില്ല, ചന്ത ദിവസം അല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ തമിഴ്നാട്ടിലുള്ള ഇനിയും വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണം. അതേപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഇനി എല്ലാവരും